നമസ്കാരം. കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ അല്പസമയത്തിനകം അംഗത്വമെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ കോൺഗ്രസിന് ഇതൊരു ഷോക്കാകുമെന്നതിൽ തർക്കമില്ല. അവഗണനയിൽ മനം നൊന്ത് പാർട്ടി വിടുന്നു എന്ന ന്യായത്തെ പക്ഷേ കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ പൂർണ്ണമായി തള്ളുന്നു. കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ല ഈ പ്രവേശം കൊണ്ട് ബി.ജെ.പിക്ക് എന്ന് സഹോദരൻ പറയുമ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളെ ഓരോരുത്തരായി പാർട്ടിയിൽ എത്തിക്കുക എന്ന തന്ത്രം കേരളത്തിൽ പയറ്റുകയാണ് ബി.ജെ.പി. ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ വാർത്ത മാറുമ്പോൾ നമ്മൾ ഈ വിഷയം വിശദമായി തന്നെ ഇന്ന് പരിശോധിക്കുന്നു. നമുക്കൊപ്പം തത്സമയം അതിഥികളും ഉണ്ടാകും. ഇന്ന് സംഭവിച്ചത് തുടങ്ങുന്നു. സ്വാഗതം. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി പത്മജ. കെ കരുണാകരന്റെ മകളും KPCC ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബി.ജെ.പി ആസ്ഥാനത്ത് പത്മജ അംഗത്വം സ്വീകരിക്കും. കോൺഗ്രസിൽ നേരിട്ട അവഗണനയിൽ മനം മടുത്താണ് പാർട്ടി വിടുന്നത് എന്നാണ് പത്മജയുടെ വിശദീകരണം. പത്മജയുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പത്മജയുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം പത്മജ വേണുഗോപാലിനെ കൊണ്ട് ബി.ജെ.പിക്ക് കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസ് അവഗണിച്ചുവെന്ന പത്മജയുടെ വാദം ശരിയല്ല. ഉറച്ച മണ്ഡലങ്ങൾ നൽകിയിട്ടും പത്മജ പരാജയപ്പെട്ടു. പത്മജയുടെ കെ കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും പത്മജയുമായി തനിക്കിനി ബന്ധമില്ലെന്നും കെ മുരളീധരൻ ആഞ്ഞടിച്ചു. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബി.ജെ.പിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പത്മജ എടുത്തുകൊണ്ട് കാൽക്കാശിൻ്റെ ഗുണം ബി.ജെ.പിക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലായിടത്തും ബി.ജെ.പിയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയൊരു കടുത്ത തീരുമാനത്തിലേക്ക് പോയി? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധുവാരുമായിട്ടില്ല. പാർട്ടി ഇവരെ 2 നേതാക്കന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അനുഭവിക്കാത്ത മക്കൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ദുഷ്ടബുദ്ധി ഉണ്ടാവും. ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടി വിട്ട് ഈ രാജ്യം നശിപ്പിക്കുന്ന ഒരു ശക്തിയുടെ കൂടെ ചേരാൻ പോകുന്നത്. പ്രോത്സാഹിപ്പിക്കാനും ചിരിക്കാനും കളിയാക്കാനൊക്കെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ ഞങ്ങൾ നേരിടും. അവനവൻ്റെ ആഗ്രഹങ്ങൾ അതിലേറെ വളർന്നു കഴിഞ്ഞാൽ വർക്ക് അറ്റ് ഹോമുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ സ്ഥാനം കൊടുത്ത പോലെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, കെ കരുണാകരനെ പോലെ ഇത്രയധികം ദേശീയ രാഷ്ട്രീയത്തിലും ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മകളെ ബി.ജെ.പിയിലേക്ക് ചേർക്കുകയാണ്. ആ ചടങ്ങ് എപ്പോഴാണ് നടക്കുന്നത്? പ്രാഥമികമായ അംഗത്വം സ്വീകരിക്കുക എന്നുള്ള ഔദ്യോഗികമായ പരിപാടി നടക്കുന്നത് കൃത്യം 5 മണിക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? അതൊരു വലിയ പരിപാടിയാക്കി തന്നെ മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണോ ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം? അനുജ, വൈകിട്ട് 5 മണിക്ക് പത്മജ വേണുഗോപാൽ ബി.ജെ.പി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെയായിരുന്നു ആദ്യം ഈ ഒരു പരിപാടി നിശ്ചയിച്ചത്, പക്ഷേ പിന്നീട് അത് വൈകിട്ടേക്ക് മാറ്റുകയാണ്. എന്തായാലും വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ ബി.ജെ.പി ആസ്ഥാനത്തെത്തി ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ അംഗത്വം സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പത്മജ വേണുഗോപാൽ ഡൽഹിയിലുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ബി.ജെ.പി പ്രവേശനം. നേരത്തെ അനുജ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിന്റെ മകളെ തന്നെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഒരുപക്ഷെ ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ നേട്ടമായി തന്നെ കണക്കാക്കാം. കാരണം സമീപകാലത്ത് കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായി തന്നെ ഇതിനെ കണക്കാക്കാം. അത്തരത്തിൽ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസിന്റെ ഭീഷ്മാചാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അത് വരാനിരിക്കുന്ന ലോക്സഭയിൽ സ്വാഭാവികമായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ചൊരു വലിയ നേട്ടമാണ്. കാരണം നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രിയുടെ മകളെ തന്നെ ബി.ജെ.പിയിൽ എത്തിക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഒരു സ്വീകാര്യത കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെ ഇതിനെ ബി.ജെ.പി അവതരിപ്പിക്കുകയും ചെയ്യും. മാത്രവുമല്ല, കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ കോൺഗ്രസിൽ നിന്നും അകന്നു നിൽക്കുകയാണ് പത്മജ വേണുഗോപാൽ. പല ഘട്ടങ്ങളിലും പലതരത്തിലുള്ള പരാതികൾ നേതൃത്വ മുമ്പാകെ തന്നെ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകുമെന്ന് കണക്കാക്കി തന്നെയാണ് ഹൈക്കമാൻഡ് അടക്കം ഇതിൽ ഇടപെട്ടുകൊണ്ട് ഒരു അനുനയ ശ്രമം
നടത്തിയത്. പക്ഷേ അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ന് രാവിലെ പോലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പത്മജിയുമായി സംസാരിച്ചു. ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് എന്തായാലും പത്മജ വേണുഗോപാൽ തയ്യാറായില്ല. ഈ ഒരു ഫോണിലുള്ള സംസാരത്തിൽ എന്തായാലും പത്മജ വേണുഗോപാൽ നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ തന്നെ കാലുവാരിയ നേതാക്കൾക്ക് അടക്കം പദവികൾ നൽകിയ ഒരു സാഹചര്യം, അതോടൊപ്പം തന്നെ കെ കരുണാകരന്റെ സ്മാരക മന്ദിരത്തിന് ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണമെല്ലാം തന്നെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യം, കൂടാതെ അവഗണന കഴിഞ്ഞ ഏതാനും നാളുകളായി പാർട്ടിയിൽ കടുത്ത അവഗണന നേരിടുന്നു. ഇതെല്ലാമാണ് പ്രധാനമായും ഉന്നയിച്ച പരാതി. ഈ പരാതിയിൽ നേതൃത്വത്തിന് മുമ്പാകെ തന്നെ നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ അതിൽ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, നിരന്തരം ഈ ഒരു അവഗണന നേരിട്ടൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബിജെപിയിലേക്ക് പോകുവാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് പത്മജ വേണുഗോപാൽ തന്നെ അത് തള്ളിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പക്ഷേ വൈകിട്ടോടുകൂടി തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായിരുന്നു. അതിനുശേഷമാണ് പത്മജ വേണുഗോപാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ബിജെപിയിലേക്ക് പോകുന്നെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ വൈകാതെ തന്നെ ഒരുപക്ഷേ 5 മണിയോടുകൂടി തന്നെ ബിജെപി പ്രവേശനം ഉണ്ടാകും. ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ട് തന്നെയാണ് ഈ ഒരു പത്മജ വേണുഗോപാലിനെ ബിജെപിയിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾ നടത്തിയത്. കഴിഞ്ഞ 3 വർഷമായി തന്നെ ഇത്തരം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാവുകയും വേഗത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനം എന്തായാലും ബിജെപി ഉറപ്പാക്കിയിരിക്കുന്നത്. നിലവിൽ ഇതുവരെ പത്മജ വേണുഗോപാൽ മറ്റു തരത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ തയ്യാറായില്ല. ഒരുപക്ഷെ ബിജെപിയിൽ പ്രവേശിച്ച ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. എന്തായാലും പത്മജ വേണുഗോപാൽ 24 അടക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബിജെപി പ്രവേശനം വൈകിട്ടോടെ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത്. അനുജ, 5 മണിക്ക് പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനം ഉണ്ടാകും എന്നുള്ളതാണ് നിതിൻ അംബുജൻ നൽകിയ വിവരം. പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനം കേരളത്തിലെ നേതാക്കൾ അറിയാതെയാണ്, ഡൽഹിയിൽ നിന്ന് നേരിട്ടാണ് ബന്ധപ്പെട്ടത് എന്ന് പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വി വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 വർഷമായി ഓഫറുണ്ട്. അവഗണനയിൽ മനം മടുത്താണ് പത്മജ കോൺഗ്രസ് വിടുന്നത്. ED ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വി വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നുന്നു. നിങ്ങൾ ഇത്ര ചാനലുണ്ടായിട്ട് എൻ്റെ ED കാണിക്കൂ, ഇഡ്ലി കാണിക്കൂ, അല്ലെങ്കിൽ ഇഡ്ലി കാണിക്കേണ്ടതല്ല. ED ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തെന്നുള്ളത് ഒരു ED ചോദ്യം ചെയ്തിട്ടില്ല. ED പേടിച്ചിട്ടാണ് പോയെന്നൊക്കെ ബിന്ദുകൃഷ്ണ പറഞ്ഞത് വളരെ കഷ്ടമായിട്ടുള്ളതാണ്. പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. പത്മജയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയപ്പോൾ വിഷയം ആയുധമാക്കുകയാണ് CPIM. കേരളത്തിലും മോദി പ്രഭാവം എന്നായിരുന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയാണ് പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശം. പരിഗണന കിട്ടാത്തതാണ് പാർട്ടി വിടാൻ കാരണമെന്ന പത്മജയുടെ വാദം തള്ളി നേതാക്കൾ. BJP പ്രവേശനം ഒരു തരത്തിലും കോൺഗ്രസിനെ ബാധിക്കില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടിയോട് അവർക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ചെയ്തത് തെറ്റാണ്, ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ്. അതുകൊണ്ട് പക്ഷെ കോൺഗ്രസിന് അതുകൊണ്ടൊന്നും ഒരു ചലനവും കോൺഗ്രസിൽ ഉണ്ടാകില്ല. അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കാണുമ്പോൾ മറുകണ്ഠം ചാടുന്നത് ദൗർഭാഗ്യകരമെന്നായിരുന്നു UDF കൺവീനർ MM ഹസന്റെ പരാമർശം. പത്മജയുടെ പേരെടുത്തു പറയാതെ ഒരു പൊതുപരിപാടിയിലെ പ്രസംഗത്തിനിടെയാണ് MM ഹസൻ നിലപാട് വ്യക്തമാക്കിയത്. അധികാരത്തിന്റെ അപ്പകഷ്ണം വെച്ച് നീട്ടിയാൽ അപ്പൊ തന്നെ ഈ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ പിന്നാലെ പോകുന്ന അവസരവാദികളായി ഇന്നത്തെ പല നേതാക്കന്മാരും മാറുന്ന ഒരു കാലം. പത്മജയ്ക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്തെത്തി. ബയോളജിക്കലി അല്ല, പൊളിറ്റിക്കലിയും അതുപോലെ തന്നെ സെക്യുലർ സ്റ്റാറ്റിസ്റ്റിക്സും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ ഇടം പിടിക്കും. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റുകാരിയായി, ചരിത്രത്തിലെ പിതൃഘാതക എന്ന പേരിലായിരിക്കും ഇനി പത്മജ അറിയപ്പെടാൻ പോവുക. കോൺഗ്രസ് മൊത്തമായി നാളെ BJPയിലേക്ക് പോകില്ല എന്നതിൽ എന്താണ് ഉറപ്പെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസം. ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും AK ആന്റണിയുടെ മകൻ പോയി, കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോയി, ഏതെല്ലാം പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത്. പത്മജയ്ക്ക് പിന്നാലെ K മുരളീധരൻ BJPയിലേക്ക് പോകുമെന്ന് P ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. CPIMനെ നേരിടാൻ ഇനി BJP മാത്രമെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ അവകാശവാദം. രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ BJPയിലേക്ക് വരാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. പത്മജയുടെ BJP പ്രവേശം CPIM രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പാടുപെടും.
24 തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കാൻ അതിഥികളായി ഇന്ന് സംഭവിച്ചതിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ റിജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ എൻ ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം ശ്രീ എസ് ജയസൂര്യൻ, BJP നേതാവ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുകയും ചെയ്യും. ആദ്യം ശ്രീ റെജി ലൂക്കോസിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി CPIM-ന്റെ നേതാക്കളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ അവർ BJP ആയിരിക്കും എന്നുള്ളത്. എന്ത് വിശ്വാസത്തിൽ ഇവർക്കൊക്കെ വോട്ട് ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലകുറി നമ്മുടെ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത് കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അതിന് ഒരു ഉദാഹരണം എന്ന തരത്തിലേക്ക് കൂടി, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം, പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരളവ് വരെ CPIM അതിൽ സന്തോഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു നീക്കം BJP നടത്തിയതിൽ, അതിൽ കൃത്യമായി തന്നെ പത്മജ വേണുഗോപാൽ വീണതിലും. ഹരിജ, ആദ്യം പറയാനുള്ളത്, മതേതര ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമെന്ന് അന്നും ഇന്നും നമ്മൾ വിശ്വസിക്കുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടി ഇന്ന് ആ പാർട്ടിയെ എത്തിച്ചേർന്നിരിക്കുന്ന അധപ്പതനത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് കക്ഷികളുമായി കൂട്ടുചേർന്നതിന്റെ ചില നേതാക്കന്മാർ ചെന്ന് പെട്ടിരിക്കുന്ന അവസ്ഥ ഓർക്കുമ്പം ലജ്ജയും അപമാനവും തോന്നുന്നത്. ഇവിടെ ഇപ്പൊ അനുജയുടെ ഇൻട്രോയിൽ തുടക്കത്തിൽ പറഞ്ഞത് വളരെ വസ്തുതാപരമായി കറക്റ്റാണ്. അതായത് പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ചെറിയ നേതാവല്ല. കേരളത്തിന്റെ അല്ലെങ്കിൽ ദേശീയ തലത്തിലാണെങ്കിൽ കോൺഗ്രസിന്റെ 2 സമുന്നത നേതാക്കളായിരുന്നു AK ആന്റണി. അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. K കരുണാകരനും. ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയെ PV നരസിംഹറാവുവിനെ സൃഷ്ടിച്ച വ്യക്തിത്വമാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിലിരുന്ന് ചരടുകൾ വലിച്ചുകൊണ്ട് ശ്രീ K കരുണാകരൻ. ഇടയ്ക്ക് അദ്ദേഹം പാർട്ടി വിട്ട് DAC രൂപീകരിച്ചെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് കോൺഗ്രസ് പതാക പുതച്ചാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. നമുക്കൊക്കെ അറിയാം. ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹത്തിനോട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടല്ല കേരളത്തിലെ പൊതുസമൂഹത്തിനൊരു റെസ്പെക്ട് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനേക്കാൾ ഉപരിയായിട്ട് AK ആന്റണി എന്ന് പറയുന്ന വ്യക്തിത്വം കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികാരം നുണഞ്ഞ, എന്നാൽ അധികാരത്തിനോട് അകന്നു നിൽക്കുമെന്ന് അഭിനയിക്കുകയും അഴിമതി രഹിത രാഷ്ട്രീയമാണെന്ന് പറയുകയും ചെയ്തു. അതൊക്കെ വസ്തുതയാണ്. ചെയ്യുന്ന AK ആന്റണിയുടെ മകൻ ആദ്യം BJP-യിലേക്ക് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത് ഈ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട K കരുണാകരന്റെ മകള് 2 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച KPCC ജനറൽ സെക്രട്ടറി, AICC അംഗം, അങ്ങനെ എല്ലാ പദവികളും വഹിച്ച പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് 5 മണിക്ക് ചേരുന്നു. ഏറ്റവും വിചിത്രം അതല്ല, അവര് പറഞ്ഞത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് ഈ കാര്യങ്ങളെല്ലാം നീങ്ങിയെന്നാണ് പറഞ്ഞത്. പച്ച നുണയാണ് അത്. കാരണം അവരുടെ ഹസ്ബൻഡ് വേണുഗോപാൽ, ഡോക്ടർ വേണുഗോപാൽ എന്ന് മാധ്യമങ്ങളോട്, 24 അടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു, എന്റെ ഭാര്യയെ കഴിഞ്ഞ 3 വർഷമായിട്ട് അവരുമായിട്ട് സംഭാഷണത്തിലാണ്, അവർ ക്ഷണിക്കുന്നുണ്ട്, ഇപ്പോഴാണ് തീരുമാനം എടുത്തത്. മറ്റു പല കാരണങ്ങളും പറഞ്ഞു. അതൊക്കെ അപ്രസക്തമായ കാരണങ്ങളാണ്. പക്ഷേ ആ തീരുമാനം താൻ അറിഞ്ഞില്ല, താൻ ഇപ്പോഴാണ് അറിയുന്നത്, താൻ ഫോൺ ചെയ്തപ്പോൾ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് ബാലിശമായ ഒരു മറുപടിയിലൂടെ ഭയന്ന്, അതായത് പരാജയം ഉറപ്പായെങ്കിൽ പോലും അഗാധമായൊരു ഭീതിയിൽ വികാരഭരിതനായിട്ട് ശ്രീ K മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടതാണ് വിചിത്രമായി. അതാണ് ശ്രീ റെജി ലൂക്കോസ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ബന്ധമുണ്ട് BJP നേതാക്കളുമായി. അവർ 3 വർഷമായി ഇത്തരത്തിൽ ഈ ഓഫർ മുന്നോട്ട് വെച്ച് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്, കൃത്യമായി സംഭവം നടന്നിരിക്കുന്നത് എപ്പോഴാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോഴാണ്. ഇല്ല, LDF-നെ സംബന്ധിച്ചോളം സന്തോഷത്തിന്റെയോ അല്ലെങ്കിൽ സന്തോഷമില്ലായ്മയുടെ ഘടകത്തിനകത്തില്ല. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് ആ ചോദ്യം എറിഞ്ഞു നോക്കി. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇനി ആരെങ്കിലും വിശ്വസിക്കും? മതേതരത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി കേരളത്തിലെ ജനങ്ങൾ ഇനി ഇവരെ വിശ്വസിക്കും? കാരണം ഇവരുടെ നേതാക്കന്മാര് അരുചിക്കറിയാൻ കഴിഞ്ഞ 6 ദിവസം കൊണ്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്ന പ്രമുഖരായിട്ടുള്ള ദേശീയ നേതാക്കൾ 53 പേരാ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നു. അതിൽ ഗുജറാത്ത് നിലവിലത്തെ PCC വൈസ് പ്രസിഡന്റ് ഉണ്ട്, മുൻ PCC അംഗമുണ്ട്, അതുപോലെ അർജുൻ മോദ്വാദിയ, ജാംനഗർ MLA മുല്ലുഭായ് കണ്ടോറിയ, അതിലൊക്കെ വിചിത്രം. പിന്നെ വേറെയുമുണ്ട് ധാരാളം ആളുകൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള മഹിളാ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ, 3 തവണ വിളവൻകോട് മണ്ഡലം MLA ആയിരുന്ന വിജയധരണി. അതെ, അവരും ഹിമാചൽ പ്രദേശിലെ കഴിഞ്ഞ ദിവസം ക്രോസ് വോട്ട് ചെയ്ത 6 MLA-മാർ അവർ BJP-യിൽ ചേരുമെന്ന് പറയുന്നു. മധ്യപ്രദേശിൽ ചിന്ദ്വാര മുനിസിപ്പൽ കോർപ്പറേഷനിലെ 7 കോൺഗ്രസിന്റെ കോർപ്പറേഷൻ അംഗങ്ങൾ BJP-യിൽ ചേർന്നു ഇന്നലെ. അതെ, തന്നെയല്ല, ഹിമാചൽ പ്രദേശിലെ PCC പ്രസിഡന്റും അവരുടെ മകൻ, മന്ത്രിയുമായ മകൻ ഇപ്പൊ താൽക്കാലികമായി അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിലും അവര് BJP-യിലേക്ക് പോകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാണ്. BJP നരേന്ദ്രമോദിനെ പുകഴ്ത്തിക്കൊണ്ട് ആ വനിത PCC പ്രസിഡന്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവർ പരസ്യമായിട്ട്. അത് കൂടാണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിശയിക്കുന്നത് കേരളത്തിലെ ഇത് സംഭവിക്കുന്നില്ല.
കേരളത്തിൽ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാർ അറിയപ്പെടുന്നവർ ഇങ്ങനെ പോകാനായിട്ട് മടിക്കുമെന്നൊക്കെയാണ് പൊതുവെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അന്ന് ഞങ്ങൾ പറയുമായിരുന്നു ഇവർ പോകും, ഇവർ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ബിന്ദു കൃഷ്ണയുടെ ഒരു ആരോപണമുണ്ട്. അതിനു മുമ്പായിട്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, അത് അല്പം നർമ്മമാണെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. അവര് പറഞ്ഞിരിക്കുന്നു മുരളീധരന് മറുപടി പറയാനായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ടല്ല, മുരളീധരനെ നാളെ മുരളിജി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലോ അതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഈ പത്മജയുടെ പിന്നെ പോക്കിനെ വിമർശിക്കുന്ന പലരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാ, അതുകൊണ്ട് മാന്യത കൊണ്ട് അവരുടെ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞു. അതിലൊക്കെ കട്ടിയായത് കേരളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത രീതിയിലുള്ളൊരു വാക്കെന്ന് കേട്ടു. നമ്മൾ രാഷ്ട്രീയപരമായ രീതിയിൽ വിമർശിക്കും, പക്ഷെ അതിനൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഒരു പരിധിയുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവര് എനിക്ക് തോന്നുന്നു അവര് ജനിച്ചപ്പോ ഇയാൾ ജനിച്ചിട്ടുണ്ടോന്നൊന്നും തോന്നുന്നില്ല. രാഷ്ട്രീയം എന്തായാലും ആട്ടെ, പൊളിറ്റിക്കലി അവരിനി തന്തയില്ലാത്ത സ്ത്രീയാണെന്നൊക്കെ ഉള്ളൊരു വാക്കുകളൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അല്ലെ BJP ഏറ്റവും നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരുന്ന 3 നേതാക്കളുടെ പേര് വേണേൽ ഞാൻ പറയാം. വളരെ സ്ട്രോങ് ആയിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നവരൊക്കെ 2-3 നേതാക്കന്മാര്, അതായത് ദേശീയ തലത്തിൽ വിമർശിച്ചുകൊണ്ടിരുന്നത് ടോം വടക്കൻ ഉൾപ്പെടെയുള്ളവര്, അവര് BJP-യിലേക്ക് എത്തി. അപ്പൊ ഇതുപോലെ ഈ ഹാർഷായിട്ട് അഗ്രസീവായിട്ട് വിമർശിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ BJP-യിലേക്ക് പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അനുജ പറഞ്ഞു, വളരെ കറക്റ്റാ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വക്കിൽ വന്ന് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴത്തേക്കും കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ഈ പത്മജ വേണുഗോപാലും ഇതിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞില്ല എന്ന് പിന്നെ അനുജ വിശ്വസിക്കുന്നുണ്ടോ? അതിനൊരു കാരണം ഞാൻ പറയാം. കേരളത്തിൽ RSS BJP മനസ്സുള്ള 2 നേതാക്കന്മാരായി ഈ കോൺഗ്രസിനെ നിന്ന് നയിക്കുന്നത്. ഒരാള് K. സുധാകരന, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിലുള്ള 3 പ്രസ്താവനകൾ കേരളം തിരിച്ചറിഞ്ഞു. എന്താ പറഞ്ഞേ? ഒന്ന് പറഞ്ഞു ഐ വിൽ ഗോ വിത്ത് BJP-യിലേക്ക്, ഞാൻ BJP-യിലേക്ക് പോകും വേണ്ടി വന്നാലെന്ന് പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, അത് പറഞ്ഞത് 3-4 മാസം മുമ്പാ, ഞാൻ RSS ശാഖകൾക്ക് CPM-ന്റെ സംരക്ഷണത്തിന് CPM-ന്റെ ഭീഷണിക്ക് സംരക്ഷണം കൊടുക്കാൻ RSS ശാഖകൾക്ക് ഞാൻ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പേര് വരെ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞാണ് ഏറ്റവും വിചിത്രം. അതായത് RSS-ന്റെ അനുഭാവികളായിട്ടുള്ളവരെ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് തിരികെ കയറ്റാൻ ശ്രമിച്ചപ്പോൾ ഗവർണർ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരൻ പറയാൻ പാടില്ലാത്ത, അവർക്കും ഉണ്ട് അവകാശങ്ങൾ, അവരെ പിന്നെ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റെന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന്. രണ്ടാമത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ നിയമസഭയിൽ വരെ ഉണ്ടായിരുന്ന കാലത്ത് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രതിപക്ഷ നേതാവും കറതീർന്ന ഒരു മതേതരവാദി എന്നൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. വളരെ മിടുക്കൻ അദ്ദേഹം. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താ? അദ്ദേഹം 2013 സവർക്കറുടെ ചിത്രത്തിൽ പൂജ. അപ്പൊ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ ഇനിയും പറയുന്നില്ല. അതായത് ഇപ്പൊ വടകരയിലടക്കം, അല്ല കുറച്ച് സമയമുള്ളൂ അതുകൊണ്ടാണ്, വടകരയിലടക്കം ഇതൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല, അത് K. മുരളീധരനെ ഒന്നും ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശക്തമായി ബാധിക്കും, അതിശക്തമായിട്ട്. അതാണ് ഞാൻ ചോദിച്ചത്, LDF-ന് ഇതൊക്കെ സന്തോഷകരമായ കാര്യങ്ങളല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. അല്ലല്ല, അത് ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ ജനവിധി എന്താണെങ്കിലും അത് സന്തോഷിക്കണല്ലോ. ഞങ്ങൾക്ക് സന്തോഷമല്ല, ഞങ്ങൾ അല്ലേ തന്നെ വടകര ജയിച്ചിരിക്കുക. KK ശൈലജ ടീച്ചർക്കെതിരെ ഈ K. മുരളീധരൻ വിജയിക്കുമെന്ന് അനുജയ്ക്ക് ആത്മാർത്ഥം പറയാൻ പറ്റും? പറ്റിയല്ല. KK ശൈലജ ടീച്ചർ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വടകര മാത്രമല്ല, ഇന്നിപ്പോ ഭയന്ന് ബഹുമാനപ്പെട്ട ശ്രീമാൻ സാറിന്റെ സ്ഥലത്ത് TN പ്രതാപൻ MLA അല്ലെ MP കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാരുമായിട്ട് പരക്കം പാഞ്ഞ് വെളുപ്പിനെ തന്നെ കരുണാകരന്റെ ശവകുടീരത്തിൽ പോയി തിരികെ കൊളുത്തിയിട്ട് തിരിച്ചു വന്ന് അവർ യോഗം കൂടി. എന്താ? ഭയന്ന് വിറച്ചിരിക്കുന്നു. കാരണം ജനങ്ങൾ അതാണ് ശ്രീ N. ശ്രീകുമാർ, അത്തരത്തിലേക്കൊരു ഭയന്ന് വിറയ്ക്കൽ ഉണ്ടാകുന്നുണ്ടോ കോൺഗ്രസിൽ? ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഷോക്ക് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ എന്നൊരു നേതാവ് അപ്രസക്തയായിരിക്കാം, കാരണം അവർക്ക് അത്രയൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആരാണവർ എന്നുള്ളത് തന്നെയാണല്ലോ അവരുടെ എല്ലാ കാലത്തെയും പ്രസക്തി. K. കരുണാകരൻ എന്ന ഏറ്റവും മുതിർന്ന, അത് ദേശീയ തലത്തിൽ പോലും ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് വളർന്ന നേതാവിൻ്റെ മകൾ പോകുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ അതിൻ്റെ പ്രസക്തി. ഒരു ഷോക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ. ശ്രീമതി അനുജ, ഇതിൽ നമ്മൾ 3-4 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ശ്രീമതി പത്മജ വേണുഗോപാൽ പോയത് കൊണ്ട് K. കരുണാകരന്റെ മകൾ പത്മജ പോയി, AK ആന്റണിയുടെ മകൻ അനിൽ പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാർത്താ പ്രാധാന്യമാണ്. അത് ആ രീതിയിൽ അവർ ഉപയോഗിക്കുകയും ചെയ്യും. ആന്റണിയുടെ മകൻ പോയപ്പോൾ കേന്ദ്ര നേതാക്കൾ പറഞ്ഞത് മിസ്റ്റർ ആന്റണി ഫ്രം കേരള എന്നാണ് പറഞ്ഞത്, അനിൽ എന്ന് പറഞ്ഞില്ല. അപ്പൊ അതുപോലൊക്കെ അവർ ചെയ്യട്ടെ, കുഴപ്പമില്ല. ഇതിലിപ്പോ എന്താ വെച്ചാൽ പത്മജ വേണുഗോപാൽ എന്തുകൊണ്ട് അസ്വസ്ഥയായി എന്നുള്ള ചോദ്യമുണ്ട്. അവർ പോകുന്നത് രാഷ്ട്രീയ കാരണത്താലല്ല. എന്താണ് കാരണം എന്ന് അവർ പറയണം. ഈ ഞായറാഴ്ച എന്ന് വെച്ചാൽ ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുള്ളൂ. ഞായറാഴ്ച TN പ്രതാപൻ MP-യെ
വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് തൃശ്ശൂർ അയ്യന്തോളിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച ആളാണ് പത്മജ. അതിന് മുമ്പ് അവർ ശ്രീ വി ഡി സതീശന്റെ യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്. അപ്പോൾ അവര് 2-3 മാസമായിട്ടൊന്നും ചർച്ചയൊന്നും നടക്കുന്നില്ല. അല്ല, പിന്നെ ഇന്നലെ എന്തുകൊണ്ട് പോലും ഇത്തരം വാർത്തകൾ പ്രചരിച്ചപ്പോൾ അതെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നയാൾ കൂടിയാണ് പത്മജ. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്, അതാ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇന്നലെ രാവിലെ ഒരു വാർത്ത വന്നു, ഇങ്ങനെ ഒരു പ്രചാരമുണ്ട്, പത്മജ BJP-യിലേക്ക് പോകുന്നു. അതൊരു ചാനൽ അത് വാർത്തയാക്കി. ആ വാർത്തയാക്കിയപ്പോൾ പത്മജ ഒരുപാട് പേര് വിളിച്ചു, ഞാനും വിളിച്ചു. പക്ഷെ പത്മജ ഫോൺ എടുത്തില്ല, അവര് എൻഗേജിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ ഫേസ്ബുക്ക് കുറിപ്പിട്ടു, ഒരു രാഷ്ട്രീയ കാരണത്താലാണ് BJP പോകുന്നതെങ്കിൽ എന്തിനാണ് ഫേസ്ബുക്ക് കുറിപ്പിട്ടത് അവര്, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? പിന്നെ എന്തിനാണ് അത് വൈകിട്ട് മാറ്റിയത്? അപ്പോൾ രാഷ്ട്രീയ കാരണമല്ലെന്ന് വ്യക്തമാകുന്നു. പിന്നെന്താണെന്നുള്ളത് അവർ തന്നെ പറയട്ടെ. കാരണം പത്മജ പോയ പാർട്ടി ഏതാണ്? BJP എന്ന് പറയുന്ന കേരളത്തിൽ സ്വാധീനമുണ്ടോ? ഇല്ല. കേന്ദ്രം ഭരിക്കുന്ന BJP-യിൽ എന്തുകൊണ്ട് പോയി എന്നുള്ളത് അവർ ഉത്തരം പറയട്ടെ. പിന്നെ കേരളത്തിലെ CPM-ൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യം എന്താണ്? സന്തോഷം, വടകര അവരുടെ പ്രസ്റ്റീജ് സീറ്റാണ്, CPM-ന്റെ അഭിമാനമാണ്. അവിടെ അവർക്ക് ജയിക്കണം. അവിടെ ആരാ സ്ഥാനാർത്ഥി? പത്മജയുടെ സഹോദരൻ മുരളീധരനെ തോൽപ്പിക്കാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ പത്മജ CPM-ന്റെ ഒരു കരുവായോ? സംശയിക്കേണ്ടതുണ്ട്. ഈ പത്മജ CPM നേതാക്കളുമായിട്ട് വളരെ ബന്ധമുള്ള ആളാണ് പത്മജ ഇന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, LDF-ഉമായിട്ട് എൻ്റെ അച്ഛന് വലിയ ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹം കൈ കൊടുത്ത ആളാണെന്ന്. തീർച്ചയായിട്ടും വടകര എന്നത് ആലോചിക്കുക, KK രമ, TP ചന്ദ്രശേഖരൻ, കോടതി വിധി ഒക്കെ ഉള്ള വടകരയിൽ KK ശൈലജ മത്സരിപ്പിക്കുന്നത്. അവിടെ മുരളീധരൻ താങ്കൾ പറഞ്ഞു വരുന്നത് വടകരയിൽ സ്വന്തം സഹോദരൻ തോൽക്കട്ടെ എന്നുള്ള ഉദ്ദേശ്യത്തോടു കൂടി പത്മജ വേണുഗോപാൽ നടത്തിയിരിക്കുന്ന ഒരു നീക്കമാണിത് എന്ന തരത്തിലേക്കാണ് താങ്കൾ അതിനെ കാണുന്നത്? എന്ന തരത്തിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിച്ചല്ലോ. പക്ഷെ ഈ സമയത്ത് എന്തിനു മാറി? ഞായറാഴ്ച വരെ TN പ്രതാപന്റെ കോൺഗ്രസ് തൃശ്ശൂരിലത്തെ TN പ്രതാപന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്നേഹ സന്ദേശ യാത്രയിൽ പത്മജ വേണുഗോപാൽ, TN പ്രതാപൻ, തേറമ്പിൽ രാമകൃഷ്ണൻ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, ഇത്രയും പേരാ പങ്കെടുത്തത്. കോൺഗ്രസിനെ ജയിപ്പിക്കണം, പ്രതാപനെ ജയിപ്പിക്കണം, നമ്മൾ പരസ്പരം കാലുവാരരുത് എന്നൊക്കെ പ്രസംഗിച്ച ആളാണ് പത്മജ അവിടെ. ആ പത്മജ ഇന്നലെ എന്തിന് ഫേസ്ബുക്ക് ഇട്ടു? ഞാൻ പോകുന്നില്ല, ശുദ്ധ അസംബന്ധം എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഞാൻ തമാശ പറഞ്ഞു. ആ തമാശ പറഞ്ഞ് എന്ന് പറയാൻ കാരണം എന്താണ്? പിന്നെ എന്തിനാണ് വൈകിട്ട് മാറ്റിയത്? അങ്ങനെയാണെങ്കിൽ ആ ഫേസ്ബുക്ക് എന്തിന് ഉച്ചയ്ക്ക് ഇട്ടു? അപ്പൊ അതിന് ഒരുപാട് കാരണങ്ങൾ, വ്യക്തിപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയമല്ല. അത് പത്മജയാണ് പറയേണ്ടത്. പിന്നെ ഇന്ന് പത്മജ ഇത്രയും നേരം ആയല്ലോ, ആരാണ് പത്മജ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു നേതാവ് രംഗത്ത് വന്നോ? ഇല്ലല്ലോ. ഡോക്ടർ വേണുഗോപാൽ, അവരുടെ ഭർത്താവ് ഒഴിച്ച് രംഗത്ത് വന്ന വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പത്മജ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് വാർത്തയാക്കാം, പരിഹസിക്കാം, കോൺഗ്രസ്സുകാരെല്ലാം പോകുന്നൊക്കെ പരിഹസിക്കാം. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോളൂ, കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു MLA-യോ ഒരു MP-യോ BJP എന്നല്ല ഒരു പാർട്ടിയിലും പോയിട്ടില്ല. അപ്പുറത്തും പോയിട്ടുണ്ടല്ലോ. അണികൾക്കൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്ന പ്രശ്നം പോലും ഇല്ല എന്നാണോ? അതായത് K. കരുണാകരന്റെ മകൾ പോയിരിക്കുന്നു, AK ആന്റണിയുടെ മകൻ പോകുന്നു, അപ്പോൾ ഇതെന്താണ് എന്നൊരു ആശയക്കുഴപ്പം പോലും അണികൾക്കുണ്ടാകില്ല. ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കരുണാകരന്റെ മകൾ എന്ന നിലയ്ക്കാണ് പരിഗണിച്ചിരുന്നത് വരെ. കാരണം കരുണാകരന്റെ മകൾക്ക് എല്ലാം കൊടുത്തു, ഒന്നും കിട്ടാനില്ല. ഇനി നിങ്ങൾ ചോദിക്കും തൃശ്ശൂർ DCC പ്രസിഡന്റ് സ്ഥാനം കൊടുത്തോ എന്ന് ചോദിക്കും. അത് ഞാൻ പറയാം. ഒരു DCC പ്രസിഡന്റ് ഇല്ലാത്ത ഘട്ടത്തിൽ 2 പേര് ആ ചുമതല രണ്ട് KPC ജനറൽ സെക്രട്ടറിയാ പത്മജ, വൈസ് പ്രസിഡന്റ്. അതിനൊക്കെ മറുപടി ഉണ്ട് ശ്രീ N. ശ്രീകുമാർ. ഇപ്പോൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്നവർ ഒരു മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിലവർ പറയുന്ന കാര്യങ്ങൾ കഴിയാവുന്നത്ര തന്നെ ഇടിച്ചു താഴ്ത്താവുന്നതെല്ലാം ചെയ്തിട്ടാണ് തനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ പോലും തന്നത്. വൈസ് പ്രസിഡന്റ്, KPCC വൈസ് പ്രസിഡന്റ് ആയിരിക്കെ ആ സ്ഥാനത്ത് നിന്ന് താഴ്ത്തി എക്സിക്യൂട്ടീവിലേക്ക് മാറ്റി. അതുപോലെ തനിക്ക് സീറ്റ് തന്നു എന്ന് പറയുന്ന സമയത്തെല്ലാം ശക്തമായ ഇടത് തരംഗം ഉണ്ടായിരുന്ന സമയത്താണ് സീറ്റ് തന്നത്. ഇനി കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നത് കൃത്യമായി തന്നെ പാർട്ടിയോട് പറഞ്ഞു, പേരടക്കം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പദവി, അതിൽ പ്രത്യേകിച്ച് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ദയവേത് അദ്ദേഹത്തിനെങ്കിലും ഒരു പദവിയും നൽകരുത് എന്ന് അഭ്യർത്ഥിച്ചു. പക്ഷേ അതുപോലും കേൾക്കാതെ ആ ആൾക്ക് ആദ്യം പദവി കൊണ്ട് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലാതെ പത്മജ വെറുതെ പറയുക. കാരണം പത്മജ മൂന്നവരത്താ മത്സരിച്ചത് ലോക്സഭയിലേക്ക്. അതെ, അത് K. കരുണാകരന്റെ ശക്തമായ തട്ടകമാണെന്ന് നമുക്കറിയാം. അല്ല, അതെ, അവിടെ 1.5 ലക്ഷം വോട്ടിന് തോറ്റു. 1.5 ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് കാല് വരാൻ പറ്റുമോ? ജാക്കപ്പെട്ട തൃശ്ശൂര് തേറമ്പിൽ രാമകൃഷ്ണൻ 1/4 നൂറ്റാണ്ട് ജയിച്ചു വന്ന മണ്ഡല. ആദ്യം പത്മജ മത്സരിച്ചു, പരാജയപ്പെട്ടു. രണ്ടാമത് കഴിഞ്ഞ തവണ മത്സരിച്ചു, പരാജയപ്പെട്ടു. ഈ കോൺഗ്രസ്സുകാര്, പത്മജ ഒരു കാര്യം പത്മജ മനസ്സിലാക്കണം, എന്റെ അടുത്ത സുഹൃത്താ പത്മജ, പറയുന്നതിൽ വിഷമമുണ്ട്.
ഈ കോൺഗ്രസ് പ്രവർത്തകർ വിയർപ്പൊഴുക്കി പത്മജയ്ക്ക് വേണ്ടി നടന്നതാണ്. 24 ചാനലിൽ 2 മാസം മുമ്പ് കോടതി ഹാഷ്മി അവതരിപ്പിച്ച കോടതിയിൽ പത്മജ ഉണ്ടായിരുന്നു. അന്ന് പത്മജ പറഞ്ഞു, എന്നെ നിർത്തുന്നതും കോൺഗ്രസ്, തോൽപ്പിക്കുന്നതും കോൺഗ്രസ് എന്ന്. അന്ന് അത് കഴിഞ്ഞാൽ പത്മജയോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ ശരിയായില്ല എന്ന് പറഞ്ഞു. അപ്പൊ പത്മജ എന്നോട് പറഞ്ഞത്, ഞാൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നാണ്. അപ്പൊ അവർക്ക് അസ്വസ്ഥതയുണ്ട് കോൺഗ്രസിൽ. എന്താണെന്നുള്ളത് അവർക്ക് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. കാരണം കോൺഗ്രസ് കുറെ കാലമായിട്ട് പത്മജ കോൺഗ്രസിലുണ്ട്. പക്ഷെ പത്മജയ്ക്ക് വല്ലാത്തൊരു സ്വീകാര്യത, ഒരു ബഹുമാനം ഒന്നും കൊടുക്കാറില്ല. കാരണം വേറൊന്നുമല്ല, അവർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് കിട്ടാത്തതൊന്നുമില്ല. ഈ അടുത്ത കാലത്തെ 2 ആഴ്ച മുമ്പാണ് കാര്യം ഞാൻ പറയാം. ഇവിടെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളുടെ പുനഃസംഘടന വന്നു. പത്മജ ആവശ്യപ്പെട്ട എല്ലാവരെയും ആ സ്ഥാനത്ത് അവരോധിച്ചു. അന്ന് ഈ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. കെ സുധാകരൻ പറഞ്ഞു, ലീഡറുടെ മോളിലെ കൊടുക്കാം. എതിർപ്പിനെ അവഗണിച്ചാ കൊടുത്തത്. ഈ തൃശ്ശൂരിലത്തെ പല മണ്ഡലങ്ങളിലും അവർ ആവശ്യപ്പെട്ട കൊടുത്തു. എന്തിനാ കൊടുത്തത്? ലീഡറുടെ മകളല്ലേ. എന്താണ് പത്മജ പറയുന്നല്ലോ, പത്മജ ഇന്ന് പറയുന്നത് എന്താണ്? എന്നെ കോൺഗ്രസ് അവഗണിച്ചു. എന്താണ് അവഗണന എന്ന് പറയാൻ പത്മജയ്ക്ക് പറ്റില്ല. പത്മജയ്ക്ക് എന്നല്ല, ആർക്കും പറ്റില്ല. നോക്കൂ, നിങ്ങള് കെ മുരളീധരൻ ഇന്നത്തെ പ്രസ്താവന ഉണ്ടല്ലോ, ആ പ്രസ്താവന മാത്രം മതി പത്മജയെ കുറിച്ച് പറയാം. വേറൊരു കോൺഗ്രസ് നേതാക്കൾ പറയരുത്. കാരണം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ അബദ്ധമായി മാറും. കെ മുരളീധരൻ പറഞ്ഞതാണ് അത് പൂർണ്ണമായിട്ട് അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പത്മജ കഴിഞ്ഞ 2 ദിവസം, ഇപ്പൊ ഇന്നലെയാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. പത്മജ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേതാക്കളായിട്ട് പത്മജ സംസാരിക്കണമായിരുന്നു. ഞായറാഴ്ച കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്ത പത്മജ ബുധനാഴ്ച എങ്ങനെയാ പോകുന്നത്? അതെല്ലാം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അനുജയ്ക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, പാർട്ടി പ്രശ്നം ഉണ്ടെങ്കിൽ ഞായറാഴ്ച വരുമോ? ഇല്ലല്ലോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ കാരണമല്ല 100% ഞാൻ പറയുന്നു. പിന്നെ ഈ മുരളീധരന്റെ ഉൾപ്പെടെ ഞാൻ പറയാം, CPM പത്മജ പോയത് കൊണ്ട് കോൺഗ്രസിൽ നിന്ന് വോട്ടുകളോ ജനങ്ങളുടെ വോട്ടുകളോ ഒന്നും പോയില്ല. കാരണം പത്മജയ്ക്ക് ഒരു ദോഷമുണ്ട്. ഞാനത് എനിക്ക് പറയാൻ വിഷമമുണ്ട്. എനിക്ക് അത്രയും അടുത്ത സുഹൃത്താണ് പത്മജ. കാരണം പത്മജയ്ക്ക് പാർട്ടിയിലെ വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു പത്മജയ്ക്ക്. പക്ഷെ ജനങ്ങൾ പത്മജയെ ഒരു കാലത്തും അവരുടെ നേതാവായിട്ടോ പ്രതിനിധിയായിട്ടോ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതെന്താ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം പത്മജ അത്രയും പെരുമാറാൻ വളരെ സ്വീകാര്യതയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അവരെ പെരുമാറ്റം സൗഹൃദപരമാണ്, സ്നേഹസമ്പന്നയാണ്, ഒക്കെ ശരിയാ. പക്ഷെ ജനങ്ങള് രാഷ്ട്രീയമായിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് പത്മജയുടെ കാര്യം മാത്രമല്ല. ഇതിൽ ശ്രീകുമാർ, ഞാൻ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനു മുൻപ് അനിൽ ആന്റണി പാർട്ടി വിട്ടുപോയ സമയത്ത് അവർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതി. അവർ ഒരു സാമാന്യം വലിയൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ കെ കരുണാകരൻ്റെയും ആന്റണിയുടെയും മക്കളായാലും അവർ ജനിച്ചതും വിശ്വസിക്കുന്നതുമെല്ലാം കാണുന്നതുമൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ്, കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കണ്ടതെല്ലാം അതാണ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അവർ പറയുന്ന ഒരു കാര്യം, ഒരു കുടുംബമാകുമ്പോൾ പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വിഷമങ്ങൾ പലർക്കുമുണ്ട്, അതൊക്കെ പറഞ്ഞു തീർത്ത് എല്ലാവരും ഒരുമിച്ച് പോയാൽ മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ. അനിൽ ആന്റണി പോയതിൽ വിഷമമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നേതൃത്വം മുൻകൈയെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അന്ന് അവർ അവസാനിപ്പിച്ചിട്ടുള്ളത്. അതായത് അതിലൊരു സൂചനയുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലേക്കുള്ള പിണക്കങ്ങളും ഇണക്കങ്ങളും കഴിഞ്ഞ് എത്രയോ നാളുകളായി നേതൃത്വത്തെ ധരിപ്പിക്കുകയും ചില കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടും നേതൃത്വം അതിന് ഘടകവിരുദ്ധമായി, താൻ പറഞ്ഞത് എന്തോ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്നിപ്പോൾ പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പറയുന്നത്. നോക്കൂ അനുജ, നിങ്ങളെ കാര്യം ആലോചിക്കുക. പത്മജ ഒരുപാട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതാണ്. ഇപ്പോഴൊന്നും അല്ല, 2, 3, 4 വർഷം മുമ്പ് അവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി. അതുപോലെ തന്നെ എന്നെ മത്സരത്തിൽ കാലുവാരിയിട്ടുണ്ട്. അതുപോലെ തന്നെ കെ കരുണാകരന്റെ കുടുംബത്തോട് അവഹേളനപരമായ നടപടി ചില കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുന്നുണ്ട്. ഇതൊക്കെ എക്കാലത്തും അവർ പറയുന്നതാണ്. അപ്പോഴൊക്കെയാണ് അവർ ഈ സ്ഥാനങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. കാരണം 2021 അതിനു മുമ്പ് അവർക്ക് അസംബ്ലി വീണ്ടും കൊടുത്തില്ലേ? 2 തവണ അസംബ്ലി തൃശ്ശൂരാ കൊടുത്തത്. കൊടുങ്ങല്ലൂരോ അല്ലെങ്കിൽ മണലൂരോ ഗുരുവായൂരോ അല്ല, തൃശ്ശൂരാ കൊടുത്തത്, മുകുന്ദപുരോ കൊടുത്തത്. ഇനി എന്താണ് KTDC ചെയർപേഴ്സൺ, KPCC സ്ഥാനങ്ങൾ, AICC സ്ഥാനങ്ങൾ, രാഷ്ട്രീയകാര്യ സമിതി സ്ഥാനങ്ങൾ, പിന്നെ എന്താണ് പത്മജയെ സംബന്ധിച്ചിടത്തോളം പത്മജയുടെ ഈ രാഷ്ട്രീയമായ മോഹങ്ങള് പത്മജയ്ക്ക് വളരെ കൂടുതലാണ്. അതെനിക്ക് തോന്നുന്ന ലീഡറെ എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. പത്മജ ചോദിക്കുന്നതൊക്കെ കൊടുത്തിരുന്നു. AK ആന്റണി ഒരു ഘട്ടത്തിൽ മുരളീധരന്റെ കാര്യത്തിൽ ഇടപെട്ട പോലെ പത്മജയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ മുരളീധരനും പത്മജയും തമ്മിലുള്ള ചില സഹോദര ബന്ധത്തിൽ എന്തെങ്കിലും അവർ തമ്മിൽ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അതിലൊന്നും പാർട്ടി ഇടപെടാറില്ല. പാർട്ടി ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കെ കരുണാകരന്റെ സ്മാരകം ഇല്ലെന്ന് പറയുന്നത്. കെ കരുണാകരൻ സപ്തതി സ്മാരക മന്ദിരമാണ് തൃശ്ശൂരിലുള്ളത്, നമ്മുടെ DCC ഉള്ളത്. കെ കരുണാകരൻ മരിച്ച ശേഷമുള്ള സ്മാരകം പണിയാൻ KPCCയും അതുപോലെ തന്നെ ആ കുടുംബവും തയ്യാറെടുത്തു. അത് മുരളീധരൻ മരണത്തിന് ശേഷവും
തന്റെ പിതാവിനെ പാർട്ടി അപമാനിക്കുന്നു എന്നൊക്കെ ഇന്നിപ്പോൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ സ്മാരകത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് കാത്തിരുന്നു സ്മാരകം വരുമെന്ന് കരുതി. പക്ഷേ അപ്പോൾ അതും ഉണ്ടാകില്ല എന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത് രാഷ്ട്രീയ കാരണങ്ങൾ. ഒരു മിനിറ്റ് ഹഷ്മിയാണ് വിളിച്ചത്, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്. അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ കഴിഞ്ഞ മുരളീധരൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് എന്താ പറഞ്ഞത്? ഞാൻ മത്സരരംഗത്ത് ഒഴിവാവുകയാണ്, കാരണം എനിക്ക് കരുണാകരൻ സ്മാരകത്തിനായിട്ട് പ്രയത്നിക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് മുരളിക്ക് പറഞ്ഞിട്ട് ആ മുരളിയല്ലേ ഇത്തവണ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പൊ എന്താ പത്മജ എന്തിനാ BJP പോയേ? പത്മജ CPM പോയില്ലല്ലോ. പോയോ? കേരളത്തിൽ BJP ശക്തമാണോ? ഇനി അതൊക്കെ പോട്ടെ, കേരളത്തിലെ BJP ഇപ്പൊ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ശ്രീ റജി പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ തന്നെ കേരളത്തിലെ BJP കുറിച്ച് പറഞ്ഞ് നമ്മുടെ മുമ്പിലില്ലേ? PC ജോർജ് കഴിഞ്ഞ ആഴ്ച പോയിട്ട് ഉണ്ടായ പുകിലിന്നപ്പോ കറഞ്ഞുകൂടെ? ഇതുപോലെ ഐക്യം തീരെയില്ലാത്ത ഒരു പാർട്ടി BJP, കേരളത്തിൽ ശക്തിയില്ലാത്ത BJP കേന്ദ്രം ഭരിക്കുന്നു എന്ന ഒറ്റക്കാരണത്താൽ BJPയിലേക്ക് പത്മജ പോകുമ്പോൾ പത്മജ മറക്കുന്ന ആരെയാണ്? കരുണാകരനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ പോട്ടെ, 3 തവണ അവർക്ക് വേണ്ടി പ്രയത്നിച്ച കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. ലീഡറുടെ മകൾ ശ്രീ റെജി ലൂക്കോസ്, നമുക്ക് ഈ ചർച്ചയെ അവസാനിപ്പിക്കേണ്ട സമയമായി. നേരത്തെ ശ്രീ എൻ ശ്രീകുമാർ താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്നറിയാം, അത് പറയാം. കൂടാതെ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഇത് വ്യക്തിപരമായ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഇതിന് പിന്നിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും ഇല്ല എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇതിലൊക്കെയുള്ള CPIM-ന്റെ പങ്ക് കൂടി പരോക്ഷമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിവിചിത്രമായ ഒരു ആരോപണം. എനിക്ക് ശരി വന്നു. കാരണം പത്മജ വേണുഗോപാൽ വന്നിരിക്കുന്നത് CPM-ലേക്കല്ല, BJP-യിലേക്കാണ്. BJP-ക്ക് നേതാക്കന്മാരെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഏജൻസിയായിട്ട് കോൺഗ്രസ് അധപ്പതിച്ചിട്ട് വർഷങ്ങളായി. അതൊരു വിചിത്രമായ ആരോപണം. അവിടെ കൊണ്ട് CPM-നെ ഇടയ്ക്കിട്ടോ, അത് ജനങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കുന്നല്ലേ. AI ഗ്രൂപ്പുകൾ, കരുണാകരന്റെയും ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് BJP ലയിച്ചു കഴിഞ്ഞു. ഇനി സമന്വിതരായിട്ടുള്ള ഒരു നേതാവായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോകുന്നുള്ളതാണ് ഇപ്പോൾ സംശയം. സോഷ്യൽ മീഡിയ വളരെ സംശയകരമായി തന്നെ വൈറലായിട്ട് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സംശയത്തിന് നിഴലിലാണ്. ആരെങ്കിലുമൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതോടുകൂടി ഇത് പൂർണ്ണമാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഇനി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നത്? ഇവർ ജയിച്ചു കഴിഞ്ഞ് ഡൽഹി ചെന്ന് കഴിഞ്ഞാൽ അടുത്ത പാർലമെന്റിൽ BJP-യോടൊപ്പം ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനൊപ്പം ഒരു നിൽക്കത്തില്ല. ഏറ്റവും പുതിയ സർവേകളിൽ ഇത് കേൾക്കും, ഏറ്റവും പുതിയ സർവേകളിലും അതല്ലാതെ കണ്ടതിന് ഇടയ്ക്കൊന്ന് മങ്ങിയെങ്കിലും പിന്നെ ഇന്ത്യ മുന്നണി കരുത്താർജിച്ചു. അവരുടെ സീറ്റ് വിഭജനങ്ങളൊക്കെ തർക്കമില്ലാതെ മുമ്പോട്ട് പോകുന്നു. BJP-ക്ക് പറയത്തക്ക രീതിയിലുള്ള അവർ അവകാശപ്പെടുന്ന സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല. അന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഈ MP-മാര്, ആ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഈ MP-മാര് BJP-യോടൊപ്പം അവർക്കിപ്പോ ഒരു ചൂണ്ടുവലകയായിട്ട് ഞങ്ങളുടെ സമുന്നത നേതാവിന്റെ ദേശീയ നേതാവിന്റെ മകള് പോയല്ലോ എന്ന ന്യായീകരണത്തോടുകൂടി അവര് BJP-യിലേക്ക് പോയി എന്ന് എങ്ങനെ പറയാൻ പറ്റും? ശ്രീ എൻ ശ്രീകുമാർ, താങ്കൾ നേരത്തെ കൈ ഉയർത്തുന്ന ഞാൻ കണ്ടിരുന്നു. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇപ്പോൾ ഒരു രസകരമായ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എക്സിൽ ശ്രീ TG മോഹൻദാസിന്റെ ഒരു കുറിപ്പ്, കാര്യം എന്തുമാകട്ടെ BJP-യിൽ ഇപ്പോൾ ആന്റണി ഗ്രൂപ്പും കരുണാകരൻ ഗ്രൂപ്പുമായി. എന്നൊരു കാലത്ത് കരുണാകരനും ആന്റണി ഗ്രൂപ്പ് 2 ഗ്രൂപ്പായി കോൺഗ്രസിൽ വളരെ ശക്തമായി നിന്ന് പോരാടിയതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലൂടെ പോവുകയാണ്. ഏതായാലും താങ്കൾക്ക് എന്താണ് നേരത്തെ പറയാനുള്ളത്? അതുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ശ്രീ റെജി ലൂക്കോസ് ഇവിടെ പറഞ്ഞത്, കേരളത്തിലെ കോൺഗ്രസ് MP-മാര് ജയിച്ചാൽ എങ്ങനെയാണ്? നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് ആയാറാൻ കയറാൻ രാഷ്ട്രീയമില്ല. പക്ഷെ റെജി മറന്നുപോയി രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം വയനാട് MP-യാ. അദ്ദേഹത്തെ പോലെ പോരാടുന്ന ഒരു കോൺഗ്രസ് MP ഇന്ന് ഇന്ത്യയിലുണ്ടോ? മോദിക്കെതിരെ ഇത്ര ധൈര്യത്തോടെ പോരാടുന്നത്? ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് മല്ലികാർജുന ഖാർഗെക്കൊപ്പം ആരാ? രാഹുൽ ഗാന്ധി അല്ലേ? അദ്ദേഹത്തെ ജയിപ്പിച്ച കേരളീയരാണ്. അപ്പൊ ആ കേരളീയരുടെ മനസ്സിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇവിടെ 18 പേരുണ്ടായിരുന്നു, 17 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാറിയിട്ട് എങ്ങോട്ടാ പോയത്? CPM-ന്റെ മുന്നണിയിലേക്കാ പോയത്, നമ്മുടെ കോട്ടയത്തെ MP. ആ MP ഈ അടുത്തിടെ അദ്ദേഹത്തിന് പിണറായി വിജയൻ നിന്നുണ്ടായ അവഗണനയും നമുക്കറിയാം. പക്ഷെ രാഹുൽ ഗാന്ധി മാത്രം മതി ശ്രീ റെജി ഞങ്ങൾക്ക് പോരാടാന്ന് പറയാം. ഞങ്ങൾക്ക് മീൻസ് ഞാൻ ഒരു കോൺഗ്രസ് പക്ഷപാതിയാണ്. കോൺഗ്രസ് പക്ഷമുള്ളവർക്ക് പോരാടാൻ ഒരേ ഒരാൾ രാഹുൽ ഗാന്ധിയോളം ഇല്ല. എത്ര പീഡനം! പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തു. ഒരു സ്ട്രാറ്റജി പോലെയാണ് ശ്രീ എൻ ശ്രീകുമാർ BJP കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ മക്കളെ ആ തരത്തിലേക്കുള്ള തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ 2ാമത്തെ വിജയമാണ്, വലിയ വിജയം എന്ന് വേണമെങ്കിൽ ആ തരത്തിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ K മുരളീധരന്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അദ്ദേഹത്തെ ഉടൻ തന്നെ G എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന് സംശയമുണ്ടോ എന്ന് പറയുന്നു. ബിന്ദു കൃഷ്ണയുടെ കാര്യം പറയുന്നു. ഇനി നമ്മുടെ KPCC അധ്യക്ഷന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞ കാര്യമൊക്കെയാണ്. അങ്ങനെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് അല്ല, കോൺഗ്രസ് മുക്ത കേരളം എന്നതിലേക്ക് കൂടി ഇതൊക്കെ എത്തിച്ചേരുമോ എന്നൊരാശങ്ക പൊതുവേ ഉണ്ട്. അല്ല ശ്രീമതി അനുജാത്ത, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. പണ്ട് S കൃഷ്ണകുമാർ ഓർമ്മയുണ്ടല്ലോ, കേന്ദ്രമന്ത്രിയായിരുന്നു, കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം BJP പോയി, ഒന്നും സംഭവിച്ചില്ല. എത്രയോ കേന്ദ്രമന്ത്രിയായിരുന്നു.
അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പൊ രജി അല്ല, ആ നേരത്തെ ഒരു പറഞ്ഞ ഒരുപാട് പേര് സാഹചര്യമൊന്നും അല്ല. പോയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം അങ്ങനെയൊന്നും ഞാൻ പറയാം. അല്ലല്ലോ. അന്നത്തെ സാഹചര്യമൊന്നും അല്ല ഇന്നത്തെ. ഏതായാലും നമ്മുടെ അല്ല, സമയം അല്ല, അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒറ്റ വിഷയത്തിലൊക്കെ മിനിറ്റ്, ഇനിയും അതായത് ചർച്ചയ്ക്ക് ഇരിക്കും. ഒരു സമയം സെന്റൻസ് പറഞ്ഞോട്ടെ, സമയം ഒരു പൂർണ്ണമായി സെന്റൻസ് അവസാനിച്ചു. മാത്രം, ജസ്റ്റ് 1 സെക്കൻഡ് അത്രേ ഉള്ളൂ. അതായത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം മനസ്സിലായി, കേരളത്തിലെ മതേതര വിശ്വാസികളെ ജനസമൂഹം ഒരു പക്ഷേ നിങ്ങൾ പറയുമ്പോൾ അതിശയായിട്ട് തോന്നുന്നു, 20 സീറ്റിൽ LDF ജയിപ്പിക്കും. കാരണം ശരി. വിശ്വാസയോഗ്യരില്ലാത്ത ഈ വളരെ സ്ഥാനാർത്ഥികളെ നന്ദി ശ്രീ പരാജയപ്പെടുത്തുന്ന രജിലുക്കോ, ശ്രീ എൻ ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇന്ന് സംഭവിച്ചത് ഇനി മാർക്കറ്റ് വ്യൂ ആണ്. ക്രിസ്റ്റീന ചെറിയാൻ ചേരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന് ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. നിഫ്റ്റി ആദ്യമായി 22,500 കടന്നു. നേട്ടമുണ്ടാക്കി ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ ഓഹരികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് കടന്നു. ഗ്രാമിന് 6,000 രൂപ കടന്നു. അടുത്ത 3 ദിവസം വിപണികൾക്ക് അവധി. കേന്ദ്ര ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത 4% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയേക്കും. LPG സബ്സിഡി പദ്ധതി 1 വർഷത്തേക്ക് നീട്ടാനും സാധ്യത. തീരുമാനം വരുന്നതോടെ ജീവനക്കാരുടെ DAയും പെൻഷൻകാരുടെ DRഉം 50%-ലെത്തും. ഇന്ത്യ സന്ദർശന വിശദാംശങ്ങൾ സ്വകാര്യ ബ്ലോഗിൽ പങ്കുവച്ച് മൈക്രോസോഫ്റ്റ് CEO ബിൽ ഗേറ്റ്സ്. ഇന്ത്യൻ വികസനം മതിപ്പുളവാക്കിയെന്നും വീണ്ടും ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുന്നുവെന്നും കുറിപ്പ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്നിവയിൽ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹായം തുടരുമെന്നും ബിൽ ഗേറ്റ്സ്. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ടൂൾ ഉപയോഗിച്ച് മനുഷ്യ വിഭവ ഉപയോഗം 90% കുറയ്ക്കാൻ സാധിക്കുമെന്ന് JP മോർഗൻ. 2,500 ക്ലയന്റുകൾ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുവെന്നും കമ്പനി. പണമൊഴുക്ക് വിശകലനം ചെയ്യാനും പ്രവചിക്കാനും കോർപ്പറേറ്റ് ട്രഷറികളെ സഹായിക്കുമെന്ന് വിലയിരുത്തൽ. AI അധിഷ്ഠിത ബിസിനസ് മൂല്യത്തിൽ JP മോർഗൻ പ്രതീക്ഷിക്കുന്നത് $1 ബില്യൺ. ചൈനീസ് കമ്പനികൾക്ക് AI രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് മുൻ ഗൂഗിൾ എഞ്ചിനീയർക്ക് മേൽ കുറ്റം ചുമത്തി. വിവരം ചോർത്തി നൽകിയത് ലീൻ വൈഡിംഗ് രഹസ്യമായി ജോലി ചെയ്തിരുന്ന ചൈനീസ് കമ്പനികൾക്ക് വേണ്ടി. AIയുമായി ബന്ധപ്പെട്ട വ്യാപാര രഹസ്യങ്ങൾ മോഷ്ടിച്ചത് കാലിഫോർണിയയിലെ ആൽഫബറ്റ് യൂണിറ്റിൽ നിന്ന്. ഇന്നലെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു. സാധാരണ നമ്മളൊക്കെ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ചാൽ ബാങ്ക് അനുവദിക്കുന്ന കാർഡ് വാങ്ങിപ്പോരുകയെ നിവൃത്തിയുള്ളായിരുന്നു. റുപേ, മാസ്റ്റർ കാർഡ്, വിസ, അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങിയവയിൽ ഏത് കാർഡ് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ലായിരുന്നു. എന്നാൽ ഈ വർഷം സെപ്റ്റംബർ 6 മുതൽ, അതായത് 2024 സെപ്റ്റംബർ 6 മുതൽ ഈ കഥയങ്ങ് മാറും. അന്ന് മുതൽ ഏത് കാർഡ് വേണമെന്ന് ഉപയോക്താവിന് തീരുമാനിക്കാം. ഇതിനുള്ള നടപടി എടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചത്. നിലവിൽ ബാങ്കിന്റെ ഏത് ക്രെഡിറ്റ് കാർഡ് കമ്പനിയുമായാണോ കരാറ്, ആ കമ്പനിയുടെ കാർഡാണ് ഉപയോക്താവിന് അനുവദിക്കുന്നത്. ഉപയോക്താവിന് കമ്പനിയെ തെരഞ്ഞെടുക്കാൻ നിലവിൽ അവസരമില്ല. ഈ രീതി മാറ്റാനാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 6 മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാർഡ്, അത് വിസ കാർഡാകാം, മാസ്റ്റർ കാർഡാകാം, റുപേ കാർഡാകാം, അത് നമ്മുടെ കയ്യിലെത്തും. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വിപണി റെക്കോർഡ് ഭേദിച്ചിരുന്നു. അതിനുശേഷം നേരിയ ചാഞ്ചാട്ടമുണ്ടായി. വൈകുന്നേരം നേരിയ നേട്ടത്തിലാണ് ഇന്ന് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മുടെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കിയാൽ 20 പോയിന്റ് കൂടി 22,493 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ആദ്യമായി 22,500 എന്ന് കടന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികൾ നോക്കിയാൽ ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ നേരിയ നേട്ടവും അതേസമയം ബാങ്ക് ഓഹരികൾ വലിയ നഷ്ടവുമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബോംബെ സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 34 പോയിന്റ് കൂടി 74,119 എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണവില ഇന്ന് സംസ്ഥാനത്ത് റെക്കോർഡ് കടന്നു. 6,000 രൂപ ഗ്രാമിന് കടന്നു. അതുപോലെ തന്നെ ഒരു പവൻ സ്വർണം വാങ്ങിക്കുമ്പോൾ പണിക്കൂലിയും GSTയും ഒക്കെ ചേർത്തൊരു ഏറ്റവും കുറഞ്ഞത് 52,000 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. നമുക്ക് അതിഥിയുണ്ട് മാർക്കറ്റ് വിശകലനത്തിനായി ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. എന്തായാലും അടുത്ത 3 ദിവസം തുടർച്ചയായ അവധിയാണ് മാർക്കറ്റിൽ. ഇന്നിപ്പോൾ ഒരു ചാഞ്ചാട്ട സ്വഭാവമാണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വിപണി വിശകലനം എങ്ങനെയാണ്? അടുത്ത ആഴ്ച വിപണി ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഗുഡ് ഈവനിങ്. ഇന്ന് മാർക്കറ്റ് വളരെ ചെറിയൊരു റേഞ്ചിലാണ് മൂവ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 95 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഇന്ന് ഉണ്ടായുള്ളൂ. എന്നിരുന്നാലും ഫൈനലായിട്ട് പ്ലസ്സിൽ ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച്
മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അടുത്ത 3 ദിവസം ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫ്രഷ് ആയിട്ട് ഒരു പൊസിഷൻ എടുക്കാൻ ഓപ്പറേറ്റേഴ്സ് ഒന്നും തയ്യാറായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. അതുമാത്രമല്ല, നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ വീക്കിലി ക്ലോസിങ്ങുമായിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വിപണിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ടാറ്റ കമ്പനികളുടെ ഷെയർസ് ഇന്ന് വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ടാറ്റ കെമിക്കൽ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, ടാറ്റ പവർ, ടാറ്റ സ്റ്റീല്, ടാറ്റ ടെക് തുടങ്ങിയ കമ്പനികൾ 4% മുതൽ 12% വരെ ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതാണ് ഇന്ന് വിപണിയിൽ കണ്ട അല്ലെങ്കിൽ മാർക്കറ്റിൽ കണ്ട ഒരു സവിശേഷത. അടുത്ത ആഴ്ച വിപണി എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാർച്ച് മാസമാണ്, അതായത് ഇയർ എൻഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ മാസത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് കടക്കാൻ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാധ്യതകൾ കൂടുതലാണ്. ആദ്യ പകുതിയിൽ നമ്മൾ നല്ല ഒരു ഉയർച്ച മാർക്കറ്റിലുണ്ടായി. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങുകളും അതുപോലെ ഈ വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഈവൻ ഇൻഡിവിജ്വൽസ് ആയാലും അവരുടെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ട്സ് ക്രമീകരിക്കാനുള്ള ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം അടുത്ത ആഴ്ച മുതൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും 24-ന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒരു കാർഡ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് വ്യൂവുമായി ബന്ധപ്പെട്ട. ഈ കാർഡിന് താഴെ നിങ്ങളുടെ കമൻറ്റുകളായി ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഏറ്റവും നല്ല ചോദ്യത്തിന് ക്യാഷ് പ്രൈസ് ഉണ്ട്. വിജയിയെ നാളെ പ്രഖ്യാപിക്കും. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് തുടരും. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. UGCയുടെ യോഗ്യത ഇല്ലെന്നാരോപിച്ച് 2 VC-മാരെ കൂടി ഗവർണർ പുറത്താക്കി. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല VC-മാരെയാണ് പുറത്താക്കിയത്. VA ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, രാജ്ഭവൻ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ നടപടിയായിരിക്കുന്നു. അനുജ, ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ചാൻസലർ കൂടിയായ ഗവർണർ നടപടികൾ തുടങ്ങിയിരുന്നു. VC-മാരുടെ ഹിയറിംഗ് നടത്തിയ ശേഷമാണ് ഇപ്പോൾ രാജ്ഭവൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള UGCയുടെ നിബന്ധന എന്താണ്, അല്ലെങ്കിൽ UGCയുടെ അഭിപ്രായം എന്ത് എന്നും ഗവർണർ തേടിയിരുന്നു. UGCയുടെ അഭിപ്രായവും ഗവർണർക്ക് ലഭിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് 2 സർവകലാശാല VC-മാരെ പുറത്താക്കാൻ ഇപ്പോൾ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കാലിക്കറ്റ് സർവകലാശാല VC ഡോക്ടർ MJ ജയരാജ്, സംസ്കൃത സർവകലാശാല VC ഡോക്ടർ MB നാരായണൻ എന്നിവരെയാണ് ഇപ്പോൾ ഗവർണർ പുറത്താക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഓപ്പൺ സർവകലാശാല VC നേരത്തെ രാജിക്കത്ത് നൽകിയിരുന്നു. ഈ കത്ത് ഗവർണർ സ്വീകരിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സജീന്ദ്ര ഗോപിനാഥിന്റെ കാര്യത്തിലും ഓപ്പൺ സർവകലാശാല VC-യുടെ കാര്യത്തിലും എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് UGC എടുത്ത് ഗവർണർ തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കടുത്ത തീരുമാനത്തിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നു. നേരത്തെ തന്നെ ഈ VC-മാർക്ക് നിശ്ചിത യോഗ്യതയില്ല, UGC ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ VC-മാരുടെ നിയമനം നടത്തിയതെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഗവർണർ ഇവരെ പുറത്താക്കാനുള്ള നോട്ടീസ് നൽകിയത്. പിന്നീട് ഇത് കോടതി നടപടികൾ കുരുങ്ങിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇക്കാര്യത്തിൽ 6 ആഴ്ചയ്ക്കകം നടപടിയെടുക്കണമെന്ന് ഗവർണർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ VC-മാരെ പുറത്താക്കാനുള്ള നടപടികളുമായി ഗവർണർ മുന്നോട്ട് പോയതും 2 VC-മാരെ പുറത്താക്കിയതും. ഏതായാലും ഈ വിധിക്ക് ഗവർണറുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ 10 ദിവസത്തെ സാവകാശം ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ തീരുമാനം കൂടി വന്ന ശേഷമായിരിക്കും സർവകലാശാലകളുടെ കാര്യത്തിൽ ബദൽ ക്രമീകരണം ഗവർണർ ഏർപ്പെടുത്തുക. അനുജ, ഇതിലിപ്പോൾ അപ്പീൽ സാധ്യതയൊക്കെ സർക്കാർ തേടുന്നുണ്ടോ ഗിരീഷ്? അതിന് എത്രത്തോളം വാദങ്ങളൊക്കെ ഇനിയിപ്പോൾ സർക്കാർ ഉയർത്തുന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുമെന്ന പ്രതീക്ഷ സർക്കാരിനുണ്ട്? ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി വിധി വന്നതാണ്. മാത്രമല്ല 2 VC-മാരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും നേരിട്ട് തീരുമാനം എടുക്കുകയും ഇവരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും സമാനമായ നിയമനമാണ് മറ്റ് സർവകലാശാലകളുടെ കാര്യത്തിലും നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ചാൻസലറും UGC-യും എടുത്തിട്ടുള്ള നിലപാട്. അതുകൊണ്ട് തന്നെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കില്ല. പക്ഷേ VC-മാർക്ക് അപ്പീൽ പോകാനുള്ള ഒരു അവസരം ഹൈക്കോടതി തുറന്നിട്ടിട്ടുണ്ട്. ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഇക്കാര്യത്തിൽ ഗവർണർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ 10 ദിവസം ഇവർക്ക് അനുവദിക്കണം എന്നുള്ളതാണ്. ഇത് അപ്പീൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായും ഗവർണറുടെ ഈ നടപടി വീണ്ടും ഒരു നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ VC-മാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യും. വീണ്ടും ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച ശേഷം ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ഒക്കെയാകും ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. അനുജ,
ഇതിൽ UGC മാനദണ്ഡം പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കൂടിയാണ് ഗവർണർ ഇങ്ങനെ ഒരു നടപടിക്രമം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ അപ്പീൽ സാധ്യത എന്നുള്ളത് എത്രത്തോളമാണ്? VC-മാർ കോടതിയെ സമീപിച്ചാൽ പോലും ഗിരീഷ്. ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അനുജ. ഇക്കാരണം നേരത്തെ തന്നെ ഹൈക്കോടതി എടുത്ത ഒരു നിലപാടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതി ഇക്കാര്യത്തിൽ സാങ്കേതിക സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി എടുത്ത നിലപാടുണ്ട്. MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ UGC ചട്ടവും അതോടൊപ്പം തന്നെ നിയമവും ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും ഈ VC-മാർക്ക് പുറത്തു പോകേണ്ടി വരും. അപ്പീൽ നൽകിയാൽ പോലും ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്നും VC-മാർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന ഒരു ഭയം സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ നേരിട്ട് അപ്പീലിന് പോകാതെ പകരം VC-മാരെ ഉപയോഗിച്ചുകൊണ്ട് അപ്പീലിന് പോകാനുള്ള ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും നിയമവിദഗ്ധരും പല അഭിപ്രായങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം സുപ്രീം കോടതി വിധിയൊക്കെ വന്ന സാഹചര്യത്തിൽ അതിനെതിരായുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നോ മറ്റു കോടതികളിൽ നിന്നോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. UGC ചട്ടങ്ങൾ പാലിച്ചല്ല നിയമനം നടത്തിയത് എന്നത് ചൂണ്ടിക്കാട്ടിക്കൂടിയാണ് ഇപ്പോൾ 2 VC-മാർ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല VC-മാരെ ഗവർണർ പുറത്താക്കിയത്. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.